സത്വഗുണമൂർത്തിയായ മഹാവിഷ്ണുവാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതിയുടെ കർത്താവ്. വിഷ്ണു എന്ന പദത്തിന് എല്ലായിടവും നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. പൂർണ്ണാവതാരങ്ങൾ, അംശാവതാരങ്ങൾ ആദിയായി വിഷ്ണുവിന് അസംഖ്യം അവതാരങ്ങളുണ്ട്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, കപിലൻ, ദത്താത്രേയൻ, നാരദൻ, മോഹിനി, ഗരുഡൻ, ധന്വന്തരി എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ്. ദേവന്മാർ, മനുക്കൾ, മനുപുത്രന്മാർ, പ്രജാപതികൾ, മഹർഷിമാർ എന്നിവരും വിഷ്ണുവിൻ്റെ അംശങ്ങളും കലകളുമാണ്. ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുവാൻ തുടങ്ങുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതരിക്കുന്നു. വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രധാനം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവയാണ് ദശാവതാരങ്ങൾ. ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമാണ്. അഷ്ടാക്ഷരം, ദശാക്ഷരി, ദ്വാദശി, ഷോഡശാക്ഷരി, ത്രൈലോക്യമോഹന ഗോപാലം, സുദർശനം, അനന്തശയനം, സന്താനഗോപാലം, ധന്വന്തരി, നരസിംഹം, ശ്രീവിദ്യാഗോപാലം എന്നിങ്ങനെ മഹാവിഷ്ണുവിന് അസംഖ്യം രൂപകൽപ്പനകളുണ്ട്. ശിലാനിർമ്മിതവും നിൽക്കുന്ന രൂപത്തിലുള്ളതുമായ ചതുർബാഹു വിഗ്രഹങ്ങളാണ് പൊതുവെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത്. 4 കൈകളിലായി ചക്രവും ഗദയും പത്മവും ശംഖും ധരിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഈ വിഗ്രഹങ്ങൾ. കൂടാതെ ഇരിക്കുന്നതും ശയന രൂപത്തിലുള്ളതുമായ മഹാവിഷ്ണു പ്രതിഷ്ഠകളുമുണ്ട്. വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെയും വിഷ്ണു പ്രതിഷ്ഠയായി പൂജിക്കാറുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണമെന്നാണ് നിയമം. പാൽപായസം, ത്രിമധുരം, വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി, മുഴുക്കാപ്പ് തുടങ്ങിയവ വിഷ്ണു ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളാണ്. തുളസിയാണ് ഏറ്റവും പ്രിയം. വ്യാഴാഴ്ചകൾ, ഏകാദശി, തിരുവോണ നക്ഷത്രം എന്നിവ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമാണ്.